ഹലോ. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഒരു ചെറിയ ഷോപ്പിങ്ങിന് ഇറങ്ങണേന് കേട്ടോ. വേറെ ഒന്നുമല്ല, കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഈ വരുന്ന സൺഡേ, അതായത് ഓണം കഴിഞ്ഞ് വരുന്ന സൺഡേ ഞങ്ങൾക്കൊരു ചെറിയ ഫാമിലി മീറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുള്ളിക്കയിലുള്ള വിശാൽ മെഗാ മാർട്ടിലേക്കാണ് കേട്ടോ വന്നത്. അങ്ങനത്തെ ഞങ്ങൾ 2 ബാസ്ക്കറ്റൊക്കെ എടുത്ത് നേരെ മേളിലേക്ക് വെച്ച് പിടിക്കണേന് കേട്ടോ. 3rd ഫ്ലോറിലാണ് കേട്ടോ നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ പോകുന്ന പോക്കിൽ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണ് ഈ വിശാൽ മെഗാ മാർട്ട് നമ്മുടെ ചുള്ളിക്കയിലുള്ള. അങ്ങനത്തെ ഓരോരോ സാധനങ്ങളൊക്കെ നോക്കി അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങൾ ഓരോന്നൊക്കെ സെലക്ട് ചെയ്യണേന് കേട്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് ഏതാണ്ട് കരിമ്പൻതോട്ടത്തിൽ കയറിയ ഒരു അവസ്ഥയാണ് കേട്ടോ എൻ്റെ അവസ്ഥയെന്ന് പറയണത്. അങ്ങനത്തെ ഞങ്ങൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാവർക്കും ഇഷ്ടമാകുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണേന് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും വീട് പിടിക്കണേലേ ഒരു പ്രഹസനം, 2 ബാസ്ക്കറ്റ് ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ ഇച്ചിരി നടക്കാവേ, അതുവരെ ഒന്ന് പിടിച്ചേ കിട്ടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതും പൊക്കിക്കൊണ്ട് ഞാൻ നടക്കണേട്ട. അപ്പോൾ അവിടെ നല്ലത് ട്രോളി ബാഗിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ട്രോളി ബാഗിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നൊരു ചായ കൂടി ഇങ്ങനെ നേരെ തോപ്പുംപടിയിലുള്ള സോനാലിഡ്സിലേക്കാണ് കേട്ടോ പോയത്. ഇതും ഈ പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലേഡീസ് ഷോപ്പാണ്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു മാലെടുത്ത് ഇത് കൊള്ളാമോ കുഞ്ഞി എന്ന് ചോദിച്ചപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ പിന്നെ കമ്മൽ സെക്ഷനിലേക്ക് പോകാമെന്ന് ഓർത്തത് കമ്മലൊക്കെ വാങ്ങിച്ചു. അത്യാവശ്യപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടാ. അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ.